Hello friends, welcome to Rajeev's Vlogs. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ. അപ്പോൾ ഇന്ന് ക്രിസ്മസിന് അന്ന് രാവിലെ ചെയ്യുന്നൊരു വീഡിയോയാണിത്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ. ഞാനെന്ന് വിചാരിക്കുന്നു നമുക്കൊരു എഡിറ്റിംഗ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്തു. പ്രൊഡക്റ്റ് ഷൂട്ടിൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഫോട്ടോയാണ് കസ്റ്റമറിന് കൊടുത്തു. അവർക്ക് ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മളിത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് എങ്ങനെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വൈറ്റ് ആക്കി എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ ഇതാണ് ഫോട്ടോസ്. അലീഷ്യ ബ്ലാക്ക് എന്ന് പറയുന്ന പുതിയൊരു ബ്രാൻഡാണ് ബാംഗ്ലൂരുള്ള. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്ക് നോക്കിയാൽ റിപ്പഡ് നെക്ക് ടീഷർട്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചുളുങ്ങിയ നെക്ക് വന്നേക്കുന്നത്. അത് സ്ട്രൈറ്റൺ ചെയ്തില്ല എന്നൊക്കെ ചോദ്യം വരാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞത്. റിപ്പഡ് നെക്ക് ടീഷർട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോസ്. ടീഷർട്ടും കുറച്ച് ഷർട്ട്സും ഒക്കെയാണ്. ഓക്കെ, അപ്പം എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വേണമെന്നുള്ളത് കസ്റ്റമർ റിക്വയർമെൻ്റ് ആണ്. പിന്നെ ഇവിടെ നിന്നിട്ടുള്ള ഫോട്ടോസ് അവരുടെ വെബ്സൈറ്റിന് വേണ്ടിയുള്ളതാണ്. അതിന് മുമ്പുള്ള ഫോട്ടോസ് ആമസോൺ പോലുള്ള ഓൺലൈൻ സ്റ്റോറുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതിന് മുമ്പുള്ള ഈ ഫോട്ടോസ്. ഓക്കെ, അതുപോലെ അലീഷ്യ ബ്ലാക്ക് എന്നുള്ള അവരുടെ ഈ എംബ്ലം അവർ നമുക്ക് തന്നതാണ്. അതുപോലെ ഇവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഇതിന് മുൻപുള്ള ഫോട്ടോസ് നമുക്ക് നോക്കാം, എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ഇത് റോ ഫയലാണ്. അതുകൊണ്ടാണ് ഇച്ചിരി സ്ലോ ആണ് ലോഡാകാനായിട്ട്. ഓക്കെ, ഇതാണ് ഫയല്. നമ്മൾ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷേ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ്. ഈ ഫോട്ടോ നോക്കിയാൽ നമുക്കത് കാണാം. ഇതുകൊണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ സാധനം വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. ഫ്ലാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതെങ്ങനെ വൈറ്റ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. സെലക്റ്റഡ് ഫോട്ടോസ് നോക്കിയാൽ ഇത് കസ്റ്റമർ സെലക്ട് ചെയ്ത ഫോട്ടോസാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞ് കസ്റ്റമർ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തു, ചെറിയൊരു ഫയൽ സൈസിൽ. ഓക്കെ, അവർക്ക് എന്തായാലും ഇങ്ങനെ യൂസ്ഫുൾ അല്ല സംഭവം. അതുകൊണ്ട് നമ്മൾ അയച്ചു കൊടുത്തു. അവർക്കത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഫോർമാറ്റ് വേണം. ഓക്കെ, ഇത് നോക്കിയാൽ നമ്മൾ സ്ക്വയർ ഫോർമാറ്റിനല്ല, അത് നമുക്ക് പിന്നീട് ഫോട്ടോഷോപ്പിൽ സ്ക്വയർ ഫോർമാറ്റ് ആക്കിയതാണ്. അതെങ്ങനെയാണെന്ന് കാണിക്കാൻ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ 2 ഫോട്ടോസ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്കിത് ഒന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാം. സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നെങ്കിലും നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സോളിഡ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ബ്ലാക്ക് ടീഷർട്ട് ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും ഫോട്ടോഷോപ്പിൽ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കോൺട്രാസ്റ്റിംഗ് വൈറ്റ് ആണെങ്കിൽ ഓക്കെ, വേറെ ഏത് കളറും ബ്ലാക്കുമായിട്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് കളറാണെങ്കിലും നമുക്ക് ആ കളറിൽ വെച്ചിട്ട് ചുളുക്കമില്ലാത്ത സർഫസ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു സോളിഡ് കളർ ലെയർ ക്രിയേറ്റ് ചെയ്തു, പ്യുവർ വൈറ്റ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ പുതിയ ലെയറിൻ്റെ താഴേക്ക് വലിച്ചിട്ടു. ഓക്കെ, അപ്പം നമുക്ക് ഈ സോളിഡ് കളറിൻ്റെ ലെയർ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഈ ലെയറിൻ്റെ അടിയിലാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കളർ റേഞ്ച് ഫിൽറ്റർ വെച്ചിട്ട് സെലക്ട് കളർ റേഞ്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഔട്ടർ പോർഷൻ, അതായത് ഈ ഓറഞ്ച് കളറ്, ഓറഞ്ച് അല്ല അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കളർ റേഞ്ച് നമുക്കിപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനാണ്. ഞാനിപ്പം ഇവിടെയുള്ള ഈ ഡ്രോപ്പ് ടൂൾ കൊണ്ട് ഒരു സൈഡ് സെലക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ പ്ലസ് കൊടുത്ത് ബാക്കിയുള്ള പോർഷനും കൂടെ നമ്മൾ സെലക്ട് ചെയ്തു. സിമ്പിളാണ്. ഓക്കെ, പിന്നെ നമുക്ക് കറക്റ്റ് ഒരു സെലക്ഷൻ വന്നില്ലെങ്കിൽ നമുക്കിവിടെ ഒരു ഫസിനെസ് എന്ന് പറഞ്ഞൊരു സ്ലൈഡറുണ്ട്. ഇപ്പോൾ എൻ്റേത് 1 2 3 എന്ന് പറയുന്നൊരു എമൗണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് കുറയ്ക്കാൻ കൂട്ടാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഫസിനെസ് കുറയും. പക്ഷേ ഇതുപോലുള്ളൊരു ഫോട്ടോയ്ക്ക് നമ്മൾ സാധാരണ ഇപ്പോൾ ഹെയർ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും കൂട്ടാറില്ല, തലമുടിയൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇതുപോലൊരു ഫോട്ടോയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എഡ്ജ് നല്ല ക്ലീനായിട്ട് വേണം. നമ്മുടെ ഈ ടീഷർട്ടിൻ്റെയും ഇത് തമ്മിലുള്ള എഡ്ജ് ക്ലീനായിട്ട് വേണം സെലക്ഷന്. നമ്മളിപ്പോൾ ചെയ്യുന്ന സെലക്ഷനാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ കളർ റേഞ്ച് ടൂൾ യൂസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കളർ റേഞ്ച് ടൂളിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇതിലേക്ക് വരിക. നമ്മൾ ഫസന സ്ലൈഡർ കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെയുള്ള വൈറ്റ് കളറുകൾ നമുക്ക് വിസിബിളാണ്. അത് വിഷയമല്ല. നമുക്കൊന്ന് ഫസനസ് കൂട്ടാം. 123 ആയിരുന്നു, 127ലേക്ക് ഞാൻ മാറ്റി. എന്നിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഔട്ടർ പോർഷൻ സെലക്റ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. ലെയർ മാസ്കിൻ്റെ കാര്യം വേറൊരു വീഡിയോയിലുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ എഡിറ്റിംഗ് സെക്ഷനിൽ പോയാൽ, ഫോട്ടോഷോപ്പിൻ്റെ എഡിറ്റിംഗ് സെക്ഷനിൽ പോയാൽ ബേസിക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എഡിറ്റിംഗ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ചാനലിൻ്റെ മെയിൻ പേജിൽ പോയി കഴിഞ്ഞാൽ ഈ പ്ലേലിസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആകും. പല ആൾക്കാർക്കും അങ്ങനെ എടുക്കാൻ അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടാണ് ആക്ച്വലി സെലക്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഔട്ടർ പോർഷനാണ്.
നമുക്കൊന്നും ചെയ്യേണ്ട, കൺട്രോൾ I പ്രസ് ചെയ്താൽ സെലക്ഷൻ തിരിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ലെയർ മാസ്ക് മാത്രം ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ലെയർ മാസ്ക്. അപ്പോൾ ഇവിടെയുള്ള പോർഷൻ സെലക്ട് ആയിട്ടില്ല, അതാണ് ഇത് ബ്ലാക്ക് ആയിട്ട് വരുന്നത്. ലെയർ മാസ്ക് സെലക്ഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വൈറ്റിലുള്ള പോർഷൻസാണ് നമുക്ക് ഫ്രീ ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് വൈറ്റ് പെയിൻറ്റ് കൊണ്ട് അങ്ങ് പെയിൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും വൈറ്റ് ആണ് സംഭവം, വൈറ്റ് പെയിൻറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന മോഡ് ഓവർലേ ആണ്. അതിൻ്റെ കാരണം നമ്മൾ എഡ്ജസിൽ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ മോഡാണെങ്കിൽ, ഇപ്പോൾ നോർമൽ മോഡ് ജസ്റ്റ് ഒരു വര ഇങ്ങനെ കാണിക്കാം പുറത്തോട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതായിട്ട്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു സെലക്ഷൻ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുണ്ട്, ഇങ്ങനൊരു സംഭവം നമുക്ക് വരുന്നുണ്ട് പുറത്തോട്ട്. ഇവിടെ സെലക്ഷൻ മാറിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും അകത്ത് വന്ന് നമുക്ക് ഈ ഒരു സംഭവം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നേരെ ബ്രഷിൻ്റെ ഇവിടെ വന്നിട്ട്, ഇത് ബ്രഷിൻ്റെ മോഡ്സാണ്, ബ്ലെൻഡിങ് മോഡ്സാണ്. ഇവിടെ വരുന്നത് നമ്മുടെ ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ്സാണ്. ഓക്കെ, അവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഓവർലേ ആക്കുക. ഓവർലേ ആക്കിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്താൽ പുറത്തോട്ട് ഈ സംഭവം പോകത്തില്ല. വൈറ്റിനകത്ത് തന്നെ നിൽക്കും, ബ്ലാക്കിനകത്ത് തന്നെ നിൽക്കും. ചെറിയൊരു ഓവർലാപ്പ് ഉണ്ട്, അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ബ്ലാക്കിൽ പോയൊന്ന് പെയിൻറ്റ് ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ നമുക്ക് ഷാഡോസ് ചെറുതായിട്ട് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു പോർഷനിൽ. അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാലേ സംഭവം കാണത്തുള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ ലെയർ മാസ്കിൽ ചെയ്യാം. ജസ്റ്റ് ഒരു സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് വൈറ്റ് ബ്രഷും കൊണ്ടങ്ങ് ബ്രഷ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ബ്രഷ് എടുത്തിട്ട് വൈറ്റ് കൊണ്ടങ്ങ് പെയിൻറ്റ് ചെയ്താൽ മതി. സോറി. ഓക്കെ, നമുക്കിങ്ങനെ ഒരു കളർ വന്നതിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ മോഡ് മാറ്റിയിട്ടില്ല. ഓവർലേ ആണ് കിടക്കുന്നത്. നോർമൽ മോഡിലാക്കുക. നമ്മൾ ലെയറിലാണ് ബ്രഷ് ചെയ്യുന്നത്, ലെയർ മാസ്കിലല്ല. സോറി, നമ്മൾ പിന്നെയും ബ്ലാക്ക് ഇട്ട് ബ്രഷ് ചെയ്തു. ഓക്കെ, നമ്മളപ്പോൾ വൈറ്റ് ഇട്ട് ബ്രഷ് ചെയ്തു. പരിപാടി കഴിഞ്ഞു. ആ ഒരു പോർഷൻ ക്ലീനായി. ചെറിയൊരു സംഭവം ബഡ്ജായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അതുപോലെ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ഒരു പ്രോഡക്റ്റ് ഷൂട്ട് എന്നുള്ളത്. ഒരു അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയലല്ല, ഒരു ബിഗിനേഴ്സിനുള്ള ട്യൂട്ടോറിയലായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഒരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾ എടുത്താൽ മതി, എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. പ്രോഡക്റ്റ് ഷൂട്ടിൻ്റെ ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾ എടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി ഷർട്ട് ഇച്ചിരി ഒന്ന് ഫ്ലാഷിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. ചില ഫോട്ടോസിൽ അങ്ങനെ വന്നിരുന്നു. അപ്പോൾ കസ്റ്റമർ അത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ നമ്മളതൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മളൊരു കേഴ്സ് എടുത്തിട്ട് ഇച്ചിരി താഴോട്ട് പുള്ള് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു ഫ്ലാഷിൻ്റെ എഫക്റ്റ് നമ്മുടെ ഫോട്ടോയിൽ നിന്ന് കുറയും. ഇനി നമുക്കിത് സ്ക്വയർ ആക്കണം. എങ്ങനെ സ്ക്വയർ ആക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. നമ്മൾ നോർമലി സ്ക്വയർ ഫോർമാറ്റ് ആക്കാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ ക്രോപ്പ് എടുത്തിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇപ്പോൾ റേഷ്യോ നമുക്ക് 1:1 ആക്കാം. അതാണല്ലോ സ്ക്വയർ. നമുക്ക് ഈ ടീഷർട്ടിൻ്റെ പോർഷൻസ് നമുക്ക് കട്ടായി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ടീഷർട്ടിൻ്റെ പോർഷൻ കട്ടായി പോകാതിരിക്കാണ്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഞാനത് നോർമലിലോട്ട് ആക്കുന്നതുണ്ടോ, നമ്മളിപ്പോൾ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് കട്ടായി പോകും. ഈ രണ്ട് നമുക്ക് ഓൾറെഡി ഒരു സോളിഡ് കളർ ലെയറിൽ താഴെയുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ടീഷർട്ടിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടീഷർട്ട് അങ്ങ് ചെറുതാക്കുക. ടീഷർട്ടിൻ്റെ ലെയർ നമുക്ക് ചെറുതാക്കാം. ഈ ലെയർ നമ്മൾ ചെറുതാക്കി. പിന്നെ കസ്റ്റമറിന് അവരുടെ ലോഗോ ഇതിൽ വരണമെന്നുണ്ട്. ലോഗോ ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ സാധനം കിടുവാകും. ലോഗോ നമ്മളിത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നു. ലോഗോ ഇട്ടു. നമുക്കിത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ലോഗോ. ഞാനിപ്പോൾ ജസ്റ്റ് ക്രോപ്പ് എടുക്കുന്നു. സംഭവം സെറ്റായല്ലോ. ഓക്കെ, ക്രോപ്പ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാവുന്നത്, നമുക്കൊരു ക്രോപ്പ് ടൂൾ വേണം. ടീഷർട്ട് ഇച്ചിരിയും കൂടെ ഒന്ന് വലുതാക്കാം. നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യാം 1:1 റേഷ്യോയിൽ. ഓക്കെ, ഇപ്പോൾ സെറ്റായി സംഭവം. ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ക്രോപ്പ് എൻ്റർ അടിച്ചാൽ മതി. നമ്മൾ ക്രോപ്പ് ചെയ്ത് സംഭവം സെറ്റാക്കി. ഇത്ര ഉള്ള സാധനം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ക്ലോത്ത് നല്ലൊരു സോളിഡ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുക. ലൈറ്റിംഗ് അത്യാവശ്യം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു സോളിഡ് കളർ ലെയർ കൊണ്ടുവരിക. നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഈ സോളിഡ് കളർ ലെയർ ഈ ലെയറിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവരിക, പുതിയ ലെയറിൻ്റെ. എന്നിട്ട് പുതിയ ലെയറിൽ നമ്മൾ നമ്മുടെ ടീഷർട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ സെലക്ഷൻ അല്ലെങ്കിൽ ഔട്ടർ ഏരിയയുടെ സെലക്ഷൻ കളർ റേഞ്ച് ടൂൾ കൊണ്ട് സെലക്ട് ചെയ്ത് മാറ്റുക.
അങ്ങനെ വരുമ്പോൾ നമുക്ക് അടിയിലുള്ള സോളിഡ് കളർ ലെയർ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അത് ഓൾറെഡി വൈറ്റ് ആകും. പിന്നെ ലോഗോ കൊടുക്കുക, ക്രോപ്പ് ചെയ്യുക, ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഞാൻ ഇനി രണ്ടാമത്തെ ഫോട്ടോയിലേക്ക് പോകാം. സെയിം പ്രൊസീജിയറാണ്. ഞാനിപ്പോൾ ഈ ഫോട്ടോ യൂസ് ചെയ്തത് നമ്മുടെ ഫുൾ പോർഷൻ നമുക്ക് കവർ ചെയ്തിട്ടില്ല, നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇത് സിമ്പിളാണ്. ജസ്റ്റ് നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ, പുതിയൊരു സോളിഡ് കളർ ലെയർ നമ്മൾ കൊണ്ടുവന്നു. പ്യുവർ വൈറ്റ് നമ്മൾ മിഡിലേക്ക് കൊണ്ടുവന്നു. കസ്റ്റമർ റിക്വയർമെൻ്റ് ആട്ടോ പ്യുവർ വൈറ്റ്. അവർ പറഞ്ഞു നമുക്ക് ഷൂട്ടിന് മുമ്പ് നമ്മളിതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം, എങ്ങനെ വേണം ബാക്ക്ഗ്രൗണ്ട് മുതലായ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഷർട്ടിൻ്റെ ഇവിടെയുള്ള ആ പ്ലാസ്റ്റിക് അവർ മാറ്റിയിട്ടില്ല. നമ്മുടെ ഇഷ്യൂ അല്ല, നമ്മളത് പറഞ്ഞിരുന്നു കസ്റ്റമറിനോട്. പക്ഷേ പുള്ളിക്കത് വെച്ച് വേണം എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പുതിയ സോളിഡ് കളർ ലെയർ കൊണ്ടുവന്നു. അതിന് മുകളിൽ നമ്മുടെ പുതിയ ലെയർ വന്നു. പഴയ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. സെലക്ട് കളർ റേഞ്ച്. ഓക്കെ, നമ്മൾ ആ വൈറ്റുള്ള പോർഷൻസ്, അതായത് നമ്മുടെ ഈ ഓറഞ്ച് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കളർ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ കളർ റേഞ്ച് സെലക്ഷൻ നോക്കാം. സെലക്ട് കളർ റേഞ്ച്. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഈ ഷാഡോ ഏരിയാസൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, സെലക്ട് ആയിട്ടില്ല. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കയറ്റി സെലക്ട് ചെയ്യാം. അത് ശരി പണിയാണെന്ന് തോന്നുന്നു. നമുക്ക് ടീഷർട്ട് കറക്റ്റായിട്ട് സെലക്ഷൻ വേണം. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം, നമുക്ക് ഈ ഷാഡോയുടെ പോർഷൻ ഇച്ചിരി ഒന്ന് അകത്തോട്ട് കയറ്റണം. നമുക്ക് ജസ്റ്റ് നോർമൽ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യാം, വിഷയമില്ല. സോളിഡ് എഡ്ജ് ഉള്ളതുകൊണ്ട്, അതായത് നമ്മൾ സോളിഡ് കളർ ലെയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സോളിഡ് എഡ്ജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ വിഷയമില്ല ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പെൻ ടൂളൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പെൻ ടൂൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് നമ്മുടെ ടീഷർട്ടിനുള്ളിലും കുറച്ച് പോർഷൻസ് സെലക്ട് ആയിട്ടില്ല. അത് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഓക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ സെലക്ഷൻ മാറ്റുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ മാറ്റുക ഇൻസൈഡുള്ള ഏരിയാസിൽ. ഓക്കെ, ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇൻസൈഡ് ഏരിയാസിലെ സെലക്ഷൻ മാറ്റുക. ഇവിടെ സെലക്ഷൻ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറ്റണം. പെൻ ടൂൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കളർ റേഞ്ചൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പല ആൾക്കാരുടെയും നമുക്ക് വർക്ക് ഫ്ലോ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഔട്ടർ ഏരിയാസും സെലക്ട് ആയിട്ടില്ല. ഉള്ളി ഈ കളർ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ, ഓറഞ്ച് കളർ. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇതും കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഈ സാധനം കൂടെ നമുക്ക് സെലക്ട് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുൾ ഔട്ടർ ഏരിയ സെലക്റ്റായി ടീഷർട്ട് കൂടാതെ നമ്മളൊരു ലെയർ മാസ്ക് കൊണ്ട് ഈ സാധനം കവർ ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ, നമ്മുടെ സാധനം ഇങ്ങനെ വന്നു കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ലെയർ മാസ്കിൽ നമുക്ക് മുമ്പ് ചെയ്ത പോലെ ബ്രഷ് എടുത്തിട്ട് എഡ്ജസ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതിന് വേണ്ടി ഓവർലേ എടുക്കുക. എന്നിട്ട് ബ്ലാക്ക് വെച്ച് ഔട്ടർ ഏരിയയിൽ നിന്ന് നമ്മൾ ബ്രഷ് ചെയ്ത് കയറ്റുക, എഡ്ജ് ഒന്ന് ക്ലീൻ ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള സംഭവം. ഇനി നമുക്ക് മുൻപ് ചെയ്ത പോലെ തന്നെ ക്രോപ്പ് ചെയ്യുക, അവരുടെ പേര് കയറ്റുക, ഇത്ര ഉള്ള പരിപാടി. അപ്പോൾ നമ്മൾ 2 ഫോട്ടോസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസും ന്യൂ ഇയറിന് മുമ്പായിട്ട് ഇനി വീഡിയോസ് കാണുന്ന കാര്യം സംശയമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.